Hey guys, welcome back to my YouTube channel Shaz Vibes. It's me Shabana. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇനോഗ്രേഷൻ ആണ്. മേപ്പാടിയിൽ ഇന്ന് ഫേമസ് ബേക്കറിയുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉച്ചക്കായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരമാണ് പ്രോഗ്രാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേമസ് ബേക്കറി മേപ്പാടി. ഇത് രണ്ടാമത്തെ ഷോറൂമാണ്. ഞങ്ങളവിടെ കുറച്ച് നേരത്തെ എത്തിണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ തങ്ങളെ വീട്ടിലിരിക്കുകയാണ്. തങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യും. ഞാനല്ല, തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ കാറ്റ് പോയി ഗൈസ്. വീണ്ടും പടർന്ന് പക്ഷെ അതിനുള്ളിൽ ഇതൊരു കായ ഉണ്ടായി. നമുക്ക് ജസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. എൻ്റെ കൈ കുഴപ്പമൊന്നുമില്ല. മൂന്നെണ്ണം ഉണ്ട്. മൂന്ന് നോക്കുതാ നടന്ന് പോണ പാടിയുടെ മണ്ണിൽ നമ്മൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് രുചിവേദികളുടെ കലവറ ഒരുക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ധന്യ മുഹൂർത്തമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഞാന് ബർഗറും ഓറഞ്ച് ജ്യൂസും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് നിന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് അവിടെ ഉള്ളവരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയി. പറയണമെങ്കിൽ ശരിക്കും ആദ്യം തുടങ്ങേണ്ടത് മേപ്പാടിയുടെ മണ്ണിനോടാണ് നമുക്ക് നന്ദി പറയേണ്ടത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കുന്നവരാണെന്നുള്ളത്. ഇത്രയും സമയമായിട്ടും ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാല് കെട്ടുന്ന സമയത്തും കട്ടയ്ക്ക് കൂടെ നിന്ന് മേപ്പാടിയിലെ സ്വന്തം ചങ്കുകൾക്കും ചങ്കിടിപ്പുകൾക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഫേമസ് ബേക്കറി ഇനി മുതൽ നിങ്ങളുടെ നാടിന്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ നെടും തൂണായിട്ടുണ്ടാകും. രുചി വൈവിധ്യങ്ങൾക്ക് എന്നും മാറ്റമില്ലാത്ത മാറ്റുള്ളി തീർത്തുകൊണ്ട് നമ്മുടെ ഫേമസ് ബേക്കറി നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഏതൊരു ആഘോഷ നിമിഷത്തിലും ഒന്ന് ഓടിയെത്തിയാൽ, ഒന്ന് വിളിച്ചാൽ വെളിപ്പുറത്ത് നമ്മുടെ ഫേമസ് ബേക്കറി നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പം ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ച ഫേമസിന്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും ഇല്ല. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഒരു ജ്യൂസ് കൂടി ഓർഡർ ചെയ്ത് വെച്ചു. പിന്നെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പോയിണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളിൽ കയറി ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു.
പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി കാറിൽ കയറിയപ്പോൾ ഉപ്പ ഒരു റെയിൻബോ കേക്ക് കൂടി കൊണ്ടു തന്നു. പിന്നെ അതും കഴിച്ച് വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ഞങ്ങൾ പിന്നെ ചുരത്തിലിറങ്ങി. അവിടെ ഒരു ആംബുലൻസ് പോകുന്നുണ്ടായിരുന്നു. ആ ആംബുലൻസ് പോണ റൂട്ടൊക്കെ നോക്കി അവിടെ തന്നെ കുറച്ചു നേരം നിന്നു. പിന്നെ ഞങ്ങൾ കാറിൽ കയറി വീട്ടിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ലവ് യു ഓൾ, ബൈ.